റൂമിൽ ഗബ്രിയും അപ്സരയുമാണ് ഇരിക്കുന്നത്. രണ്ടുപേരും ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബെഡിൽ കിടന്ന് സംസാരിക്കുകയാണ്. പക്ഷെ അപ്സരയ്ക്ക് ഒന്നിനും മറുപടിയില്ല. അപ്സര ഇങ്ങനെ കേട്ടുകൊണ്ട് ഒരു ശ്രോതാവായി മാത്രം കിടക്കാണ്. ഗബ്രി അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇന്നത്തെ ഗെയിമിനെ കുറിച്ചൊക്കെയാണ് ഗബ്രി അവിടെ സംസാരിക്കുന്നത്. മഹാ ബോറായിട്ടുള്ള ഗെയിം ആയിരുന്നു എന്നുള്ള തരത്തിൽ ഇന്നത്തെ പവർ ടീം എന്തൊക്കെയാണ് കാഴ്ചവെച്ചത്. എന്നാൽ ആദ്യത്തെ ആഴ്ച ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞതിനും അടുത്തുള്ള നീ വായൽ വെക്കരുത് എന്ന് പറഞ്ഞതിനൊക്കെ ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പൂജ വന്നിട്ട് പറഞ്ഞത് നീ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞത് മനുഷ്യത്വമില്ലാത്ത ഒരു കാര്യമായിരുന്നു. അതാണ് നിനക്ക് നെഗറ്റീവ് അടിച്ചത് എന്നൊക്കെ പൂജ വന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടാണ് അവർ ഇന്ന് ഇത്രയും മനുഷ്യത്വപരമായ കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ അവിടെ ഗബ്രി കിടന്ന് പറയുന്നുണ്ട്. അപ്സരൊക്കെ മിണ്ടാതിരുന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഗബ്രി പറയാണ്, ഈ ഒരാഴ്ച കൊണ്ട് ഒന്നല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള എനിക്കും ജാസ്മിനും പുറത്തുള്ള ഫുൾ സപ്പോർട്ട് പോയി കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ നല്ല ഇമേജിൽ നിൽക്കും. എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് ചിലപ്പോൾ ഈ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് പോയി കിട്ടുമെന്നാണ് അവിടെ ഗബ്രി പറയുന്നത്. സത്യത്തിൽ ഗബ്രിക്ക് അറിയില്ലല്ലോ, പുറത്ത് ഒരു സപ്പോർട്ടുമല്ല കൂടുതലുള്ളത്, സപ്പോർട്ട് ഇല്ലായ്മയാണ് കൂടുതലുള്ളതെന്ന് ഗബ്രിക്ക് അറിയില്ല. ഇവരെല്ലാവരും ഗബ്രിയെയും ജാസ്മിനെയും ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് ഗബ്രി വിചാരിക്കുന്നത് ഞങ്ങൾക്ക് പുറത്ത് അത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇവരെല്ലാവരും ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണെന്ന് തോന്നുന്നു ഗബ്രിയുടെ ചിന്ത. സത്യത്തിൽ ഇവർക്ക് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ഇവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫാൻസിന് ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ടാണ് ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഗബ്രിക്ക് അറിയില്ല. ഗബ്രിയുടെ ചിന്ത നേരെ തിരിച്ചാണ്. സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾ വന്ന് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഗബ്രിയുടെ ചിന്ത. ഗബ്രി അങ്ങനെയാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. കൂടാതെ ഒരു കാര്യം കൂടി ഗബ്രി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇനി എന്റെ അപ്പൻ വന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇനി അവളുടെ കൈ വിടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനൊന്നിനും തന്നെ അപ്സര അവിടെ മറുപടി പറയുന്നില്ല. അപ്സരയ്ക്ക് ദൈവമേ ഇതിന്റെ ഇടയിൽ ഞാൻ വന്ന് പെട്ടല്ലോ എന്നുള്ള അവസ്ഥയാണെന്ന് തോന്നുന്നു. അപ്സര ഒരു അക്ഷരം ഇണ്ടാതെ അവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഡയലോഗാണ് ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത് ഗബ്രി. എന്റെ അപ്പം വന്ന് പറഞ്ഞാൽ പോലും ജാസ്മിന്റെ കൈ ഞാൻ വിടില്ല എന്നൊരൊറ്റ ഡയലോഗ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗബ്രി ഒരു വാക്കുകൂടി പറഞ്ഞു, ഈ ഗെയിമിൽ എന്ന്. എന്തായാലും ഗബ്രിയുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ നേരെ വിപരീതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം.